ഫോക്കസ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. സാറിനോട് ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് പുതിയ വിശേഷങ്ങൾ, എന്തൊക്കെയാണ്? ഇപ്പോൾ 12ാമത്തെ സിനിമ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമ വരുന്നു. നമ്മളിപ്പോൾ ഏത് സിനിമയും എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് എല്ലാ സിനിമയും ഉണ്ടാവാറ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ കുടുംബ സിനിമ ചെയ്താലും ആക്ഷൻ സിനിമ ചെയ്താലും കോമഡി സിനിമ ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ അതിൽ എന്തെങ്കിലും വെറുതെ കാണുന്നവർക്ക് വെറുതെ അവരെ ഞാൻ എപ്പോഴും ഒരാളുടെ പണത്തിനും അവരുടെ സമയത്തിനൊക്കെ ഒരു വില കൽപ്പിക്കുന്നൊരു വ്യക്തി, വെറുതെ ഒരു വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂ ആയാലും ഞാൻ ആലോചിക്കുന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിന് എത്ര പൈസ കിട്ടുന്നു, നിനക്കെന്ത് കിട്ടുന്നു, എനിക്കെന്ത് കിട്ടുന്നു എന്നല്ല, അത് കാണുന്നവൻ എന്തെങ്കിലും കിട്ടുമെന്ന് അല്ല, അങ്ങനെയുണ്ടല്ലോ. അപ്പം അതേപോലെ ഇപ്പം നമ്മുടെ ഈ 12ാമത്തെ സിനിമ കേരള ലൈവും നമ്മളൊരു ചെറിയൊരു സന്ദേശം കൊടുത്തോണ്ട്, വലിയ സന്ദേശമൊന്നുമല്ല, അതായത് 5 വർഷത്തിന് ശേഷം പ്രവാസികൾ മൊത്തം ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നു സങ്കല്പിക്കുക, ഒരു സങ്കല്പകഥ. അപ്പം പ്രവാസികളുടെ അവസ്ഥ എന്ത്, കേരളത്തിൻ്റെ അവസ്ഥ എന്ത്, രണ്ട് പെർസെപ്ഷനാണ്. കേരളം എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, കാരണം അവിടെ സ്വദേശിവൽക്കരണം കൂടുക അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രവാസികളുടെ പണം ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾക്കറിയാൻ പറ്റും നിർമ്മാണ മേഖല അങ്ങനെയുള്ള പല മേഖലയിലും വളരെ ഹെവി ആയിട്ട് ബാധിക്കുമെന്ന്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ മദ്യ ഷോപ്പിന് ബിവറേജിന് മുന്നിൽ ആളില്ലാത്ത അവസ്ഥ വരിക, ലോട്ടറി എടുക്കാൻ ആളുകളിൽ പൈസ ഇല്ലാതെ വരിക, AI ക്യാമറയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കാരണം വല്ല വണ്ടി ഇറങ്ങിയാലാണല്ലോ കണ്ടുപിടിക്കാനുള്ളൂ, അല്ല അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വരുമ്പോൾ സർക്കാരിന് മര്യാദയ്ക്ക് റവന്യൂ വരുമാനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും? അപ്പോൾ രണ്ട് പെർസെപ്ഷനാണ്. ഈ വരുന്നവൻ എങ്ങനെ സ്ട്രഗിൾ ചെയ്യും, കാരണം എന്തായാലും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ്, എന്തായാലും ഇപ്പോൾ ബംഗാളികളുടെ പണി എന്തായാലും അവരെടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ജോലി ചെയ്ത് കറക്റ്റ് ശമ്പളം മേടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ല, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെരി ഫസ്റ്റ് സീനിൽ പറഞ്ഞു കഴിഞ്ഞു ആ സിനിമയിൽ. അപ്പം നായകൻ കാര്യമായിട്ട് വരുന്നു, അത്യാവശ്യം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആണ്. അപ്പോൾ അച്ഛൻ ചോദിക്കും, മോനെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാനാണ് പ്രവാസിയിട്ട് വരുന്നത്. ഞാൻ പറയാം, അച്ഛാ ഇതുവരെ കിട്ടിയ പൈസ ഒന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല, ഇവിടെ അടുത്തുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കിയിട്ടുണ്ട്, നാളെ തന്നെ പോകുന്നു, എന്നിട്ട് പൈസ പിൻവലിച്ച് നല്ലൊരു സ്ഥാപനമൊക്കെ തുടങ്ങുന്നു എന്ന് പറയും. ഞാൻ അവിടെ പോകുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 30 ലക്ഷം പോയി. അപ്പോൾ ആളുകൾ പറയും, രമേശ് എന്നാണ് ക്യാരക്ടറാണ്, രമേശ ഇത് വെറുതെ വിടരുത്, അത് ഇതെന്നൊക്കെ പറയും. രമേശൻ പറയും, സാരമില്ല, മന്ത്രി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇവൻ തലയും താഴ്ത്തി. അപ്പോൾ ഇവന് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ഇല്ല. ഇനി ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇവൻ്റെ ഒരു ജോലി ചെയ്യുമ്പോൾ ഇവന് മര്യാദയ്ക്ക് ഒരു ശമ്പളം കിട്ടുന്നില്ല. ഇത് ഒരു വശം. ഇവൻ്റെ അതായത് ഇതൊക്കെ ഈ ചുരുങ്ങിയ ഇതിൽ തന്നെ ഈ സ്റ്റോറിയിലേക്ക് കടന്നു കഴിഞ്ഞു. ഇവൻ്റെ ബ്രദർ ഇതേപോലെ അവിടെ പോയി ഒന്നുമില്ലാതെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ അനിയൻ ഏട്ടനെ കൊണ്ടുപോയത്, അവിടെ ജോലിയൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയത്. പക്ഷേ ഇങ്ങേർക്കാണെങ്കിൽ അവിടെ ഒന്നും കിട്ടിയിട്ടുമില്ല, അവൻ വെറും വട്ടപ്പൂജയായിട്ടാണ് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഏട്ടൻ പറയുമ്പോൾ ഏട്ടൻ്റെ ഭാര്യ പറയും, മര്യാദ ഈ ഏട്ടൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ ഇവളുടെ മൊത്തം സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കിയിട്ടുണ്ടാവും, സ്വർണ്ണം നമുക്ക് തിന്നാൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഇവനെ അത് സ്വർണ്ണം മൊത്തം വിറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കിയതാണ്. പക്ഷേ ഈ കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടിയപ്പോൾ ഏട്ടൻ്റെ പൈസയും പോയി. അപ്പോൾ ഏട്ടൻ്റെ ഭാര്യ പറയും, മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നോന്ന് പറയും. ഗത്ത് എന്തരമില്ലാതെ ഇവൻ വിഷമം ഏട്ടനെ ഇറക്കി വിടും. അല്ല, ഈ സിനിമയുടെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് വീട്ടിലായാലും എല്ലായിടത്തും, കാരണം ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങേര് ഭാര്യയ്ക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു സ്വർണ്ണപ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടില്ല, ഒരു സങ്കല്പ എയർപോർട്ടാണ്, അതിലൂടെയാണ് ഇവർ സ്വർണ്ണം കടത്തുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, സ്വർണം കടത്താൻ വേണ്ടിയിട്ട് സ്വർണ്ണപ്പൂർ എയർപോർട്ടിലൂടെ വരികയും കഷ്ടകാലത്തിന് അത് സ്വർണ്ണപ്പൂർ എയർപോർട്ടിലെ ആൾക്കാരായിട്ട് ഇവർക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സിനിമയിലെ കഥാപ്രകാരം കേട്ടോ, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ ഫ്ലൈറ്റിന് ചെറിയൊരു യന്ത്ര തകരാറ് വരികയാതെ കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങുകയും ഈ ഏട്ടനെ കൃത്യമായിട്ട് പൊക്കുകയും ചെയ്യുന്നതിലൂടെ പത്രങ്ങളിലും ഇതിലൊക്കെ ഏട്ടൻ ഇത് വന്ന് ഇവർ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഫാമിലിയാണ്. അവിടെയാണ് ഏട്ടൻ ഒരു ക്രിമിനലായി പോകുന്ന അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഈ വീട്ടിലും ഇവനെ സ്വന്തമായിട്ടൊരു ജോലി, തീരെ മോശമല്ല ഇവരെ അവസ്ഥ, പക്ഷെ അവിടെ നിന്ന് ഇവനൊരു ജോലി കിട്ടുന്നില്ല, അതിൻ്റെ ഇടയിൽ വീട്ടിലും 100 പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഒക്കെ ഇടയിലൂടെ ഇവൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതെന്നുള്ളത് ഒരു വശം. ഇവൻ്റെ ജീവിതത്തിലൂടെ കേരള സംസ്ഥാനം എങ്ങനെ സർവൈവ് ചെയ്യും, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമരം ഇതിലേക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ ഇതിനെ എങ്ങനെ കാണുന്നതാണ്. പക്ഷെ എല്ലാത്തിനും കറക്റ്റ് സൊല്യൂഷൻ ഈ സിനിമയിലുണ്ട്. അപ്പോൾ സിനിമ കണ്ടു തീരുന്നവർക്ക് അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഇതിലായിട്ട് കാണാം. എങ്ങനെയായാലും ആ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് അറ്റ്ലീസ്റ്റ് അല്ല പ്രവാസികളൊക്കെ തിരിച്ചു വന്ന കേരളത്തിൻ്റെ അവസ്ഥ എന്താവില്ലേ എന്നൊരു ചിന്ത വരുത്തുന്നുവെങ്കിൽ സന്തോഷം കൊണ്ടിട്ട് വിജയിച്ചു. ഇനി ഒരു വേള ആ സിനിമ ഒരു വലിയ പരാജയമായാലും ഐ ഡോണ്ട് കെയർ. ഞാൻ പറയുന്നു 10-15 വർഷത്തിന് ശേഷമെങ്കിൽ ഇങ്ങനെ സംഭവം വന്ന ആൾക്കാർ പറയും, ഈ
ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു സിനിമ ഉണ്ട് കേട്ടോ, കേരള ലൈവ് എന്ന്. അതിൽ പണ്ടേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. പിന്നെ സാധാരണ ഇതിൽ സിനിമ പരാജയപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇന്നേ വരെ നമ്മുടെ ദുരന്തം വിറ്റ എല്ലാ സിനിമകളും വിജയിച്ചിട്ടേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സുനാമി അത് വിറ്റപ്പോൾ പൈസയാക്കിയിട്ടുണ്ട്, ഒരാൾക്കെങ്കിലും കുറച്ചൊരു 100 കോടി ഉണ്ടാക്കാൻ പറ്റി. അതേപോലെ പ്രളയം വിറ്റ് പൈസയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിപ്പ വന്നപ്പോൾ അത് വിറ്റ് 100 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാസികളൊക്കെ തിരിച്ചു വന്നാൽ ഏതെങ്കിലും ഒരു നിർമ്മാതാവ് 100 കോടി ഉണ്ടാക്കുന്നത് ഗ്യാരണ്ടിയാണ് അതിനെ വിറ്റിട്ട്. അതേപോലെ ഇപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട കൊലപാതകങ്ങളൊക്കെ വരുമ്പോൾ പിടിക്കപ്പെടാത്ത ആളെയൊക്കെ വെച്ചിട്ട് 100 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുൻകൂറായിട്ട് തന്നെ ഒരു ദുരന്തം വേറെ ഒരുത്തന്നെ പൈസ കൊടുക്കേണ്ട, അപ്പോൾ ഈ ദുരന്തം ഇപ്പം തന്നെ അങ്ങ് വിറ്റാൽ പൈസ ആക്കാമല്ലോ എന്ന് കരുതി തീർത്തും ഒരു ബിസിനസ് മൈൻഡിൽ ഞാൻ ചെയ്യുന്ന സിനിമയാണ് കേരള ലൈവ്. ഓക്കെ, അപ്പോ വരാൻ പോകുന്ന ഒരു കേരളത്തിനെ മുൻകൂട്ടി ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഫ്രെയിം അല്ലെ, അങ്ങനെ നമുക്ക് ഈ ഒരു സിനിമയെ കാണാവുന്നതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല പകരം കുതിക്കാനാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ താങ്കൾ ഇപ്പൊ ചെറുതായിട്ട് ഒരു റെസ്റ്റിംഗ് ഫേസിലാണ്, ഒരു സൈലന്റ് ഫേസിലാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണോ? ഒരു വലിയ കുതിപ്പിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കുമോ? ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങോട്ട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ഞാനിപ്പോഴും എൻ്റെ ജോലി കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കൂട്ടലുമില്ല കുറയ്ക്കലുമില്ല. നമ്മൾ രാവിലെ 11 മണിക്ക് 11 മണിക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു. അതിപ്പോൾ സിനിമയിൽ വന്നപ്പോഴല്ല, അതിന് മുമ്പും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസ സമയത്ത് വരുമ്പോഴും നമ്മൾ മറ്റുള്ള എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ആ ജോലീൻ്റെ ഇടയിൽ നിന്നുകൊണ്ടും ഞാൻ മാക്സിമം എൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴും ഞാൻ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. അപ്പം നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്യുന്നു. ബാക്കി ചിലപ്പോൾ ചെറിയൊരു, കാരണം നമ്മളെല്ലാവർക്കും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ വരും. ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. താങ്കൾ ഒരു സിനിമാകാരൻ എന്നതിലുപരി ഒരു എഞ്ചിനീയർ ആണ് അല്ലേ? അപ്പോ ആ ഫീൽഡിനോടായിരുന്നു ലൈഫിൽ എന്നും താല്പര്യം, അല്ലെങ്കിൽ ഒരു പൊടിക്കെങ്കിലും കൂടുതൽ താല്പര്യം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാനായിരുന്നു? എന്നും സിനിമ പാഷനായിട്ട് അന്ന് തന്നെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു? ഞാൻ പറയുന്നത് നമുക്ക് സിനിമ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു ഒരു ഒരു ബിസിനസ് എന്ന രീതിയിലാണ്, അല്ല ബിസിനസ് ആയിട്ടാണ് ഞാൻ അതിലെടുക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഒരു സിനിമ എടുത്ത് അവിടെ ഒരു ടിക്കറ്റ് വെച്ചിട്ടാണ് സിനിമ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരിയാണ് അല്ല. കാരണം നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുത്തു, അല്ലാണ്ട് നിങ്ങൾ കലയ്ക്ക് വേണ്ടി ജീവിച്ചു കലക്കിന് മരിച്ചു നിങ്ങൾ ഡയലോഗ് അടിക്കുമെങ്കിലും ലേശം വിവരം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. കലയ്ക്ക് വേണ്ടി ജീവിച്ചു കലയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ ഒരിക്കലും എനിക്ക് 25 കോടി കിട്ടിയേ 100 കോടി കിട്ടിയതിൻ്റെ ചാടി കളിക്കൊന്നുമില്ല. കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ ഒരിക്കലും എനിക്ക് ഇങ്ങനെ MDMA അടിച്ചാലേ അഭിനയം വരൂ, വെള്ളം അടിച്ചാലേ വരൂ, കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ പറയില്ല എന്ന് പറഞ്ഞത്. അവർ കലയാണ് അവരുടെ മെയിൻ. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ബിസിനസ്സാണ്. കാരണം ഞാനത് ടിക്കറ്റ് വെച്ചാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്കൊരു പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വെറും കലയെ വേണ്ടി, കാരണം എൻ്റെ വീട് വിറ്റിട്ടാണ് ഞാൻ ഫസ്റ്റ് സിനിമ എടുക്കുന്നത്. അപ്പോൾ വീട് വിറ്റ് സിനിമ എടുക്കുന്ന ഒരു മനുഷ്യനൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. എനിക്ക് വീട് തിരിച്ചു കിട്ടിയേ പറ്റൂ. ദാറ്റ് ഈസ് മറ്റൊരു ഭാഷ പറഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ദൈവം മുന്നിട്ട് വന്നിട്ട് പറയാണ്, സന്തോഷം 2 ഓപ്ഷൻ തരാം. ഒന്ന്, ഈ സിനിമ ഒരു 100 കോടി ക്ലബിലൊക്കെ എത്തുന്നു, ഭയങ്കര ഹിറ്റ്. പക്ഷേ ആളുകൾ ചോദിക്കുക അയ്യേ ഇത് എന്ത് പടമെന്ന്. ഓപ്ഷൻ ബി, നിൻ്റെ സിനിമ ക്രിട്ടിക്സ് അടിപൊളി പടം, നിനക്ക് ഓസ്കാർ അവിടെ തന്നെ കിട്ടുന്നു, പക്ഷേ പടം ആദ്യത്തെ ഷോയിൽ മാറി എന്ന് വിചാരിച്ചോ. ഇതിലേത് വേണം ചോദിച്ചാൽ ഞാൻ പറയും ദൈവമേ എനിക്ക് 100 കോടിയാൽ മതി. കാരണം എന്താണെന്നറിയോ, ഓസ്കാർ മോശം നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു ദേശീയ അവാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാം. ഞാനൊരു മനഃശാസ്ത്രമാണ് പറയുന്നത്. പ്രമുഖ നടനോ പ്രമുഖ നടിക്കോ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഓർക്കാറുള്ളൂ. ഈ പ്രമുഖരല്ലാത്ത എത്രയോ പേർക്ക് ഓസ്കാർ അല്ല ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ട്? ഞാൻ തന്നെ ഒരു ഫംഗ്ഷനിൽ ഒരാൾ പറഞ്ഞു, സാർ എനിക്കിങ്ങനെ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറിന് എപ്പോഴാണ് കിട്ടിയത്? സീരിയസ്ലി കിട്ടിയെന്നാണ്. അങ്ങനെ എത്രയോ സിനിമകളുണ്ട്. അപ്പം അവർക്ക് അത് സമയത്ത് അത് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്, ഇവിടെ പടം ഹിറ്റായാൽ മാത്രമേ അടുത്ത സിനിമ എടുക്കാൻ പറ്റൂ. അല്ലാണ്ട് എൻ്റെ വീടും വിറ്റ് എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവച്ചുകൊണ്ട് മാത്രം അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അടുത്ത സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമാണ്.